തിരുനക്കര തേവരേ തിരുനെറ്റി കണ്ണിലും അമൃതേന്ദു കിരണത്തിൽ തിരിനീട്ടും കരുണാംബുദേ തരികെന്നും ചരണാഭയം നിത്യ ശരണം നിൻ ചരണാംബുജം തരികെന്നും ചരണാഭയം നിത്യ ശരണം നിൻ ചരണാംബുജം തിരുനക്കര തേവരേ തിരുനക്കര തേവരേ. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 2024 സെപ്റ്റംബർ മാസം 12-ാം തീയതി, കൊല്ലവർഷം 1200-ാം ആണ്ട്, ചിങ്ങമാസം 27-ാം തീയതി. കേരളത്തിൻ്റെ അക്ഷരനഗരിയായ കോട്ടയത്ത് തിരുനക്കര മഹാദേവ ക്ഷേത്രത്തിൽ വർഷങ്ങളായി ആനയൂട്ട് ചടങ്ങ് നടന്നുവരുന്നു. കഴിഞ്ഞ 2 വർഷമായി ആനയൂട്ട് എന്ന ചടങ്ങ് അതിവിപുലമായാണ് നടന്നു വന്നിരുന്നത്. കഴിഞ്ഞ വർഷം 34 ആനകളും കഴിഞ്ഞതിന് മുമ്പിലത്തെ വർഷം 36 ആനകളും ആനയൂട്ട് എന്ന മഹാചടങ്ങിൽ പങ്കെടുത്തു. കേരളത്തിലെ മറ്റു ക്ഷേത്രങ്ങളിലും ആനയൂട്ട് എന്ന ചടങ്ങ് നടന്നു വരുന്നുണ്ട്. എന്നാൽ കോട്ടയം തിരുനക്കര മഹാദേവ ക്ഷേത്രത്തിൽ മാത്രമാണ് ആനയുടെ ചരിത്രവും ആനപ്പാപ്പാൻ്റെ പേരും വിളിച്ചു പറഞ്ഞ് സ്വാഗതം ചെയ്ത് ആനപ്രേമികളെ ഹരം കൊള്ളിച്ച് ആനയൂട്ട് നടത്തുന്നത്. ഈ വർഷം 16 ആനകൾ മാത്രമേ ആനയൂട്ട് മാമാങ്കത്തിൽ പങ്കെടുക്കുന്നുള്ളൂ. വയനാട്ടിലെ പ്രകൃതി ദുരന്തം കാരണം വിപുലമായ ആഘോഷം വേണ്ട എന്നാണ് അമ്പലക്കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നത്. വിശ്വപ്രസിദ്ധമായി മാറിയ തിരുനക്കര ആനയൂട്ട് വീരന്മാരുടെ പൊൻപാദവും താരക സൂര്യന്മാരുടെ സൗന്ദര്യ മികവുകളും പലകുറി ഏറ്റുവാങ്ങിയ തിരുനക്കരയുടെ മണ്ണിലിതാ തേവർ മകൻ തിരുനക്കര ശിവൻ നയിക്കുന്ന ഗംഭീര ആനയൂട്ട് ഒരുങ്ങുകയാണ്. ഭദ്രദീപം തെളിയിക്കുന്നതോടുകൂടി മുഖ്യ രക്ഷാധികാരിയും ഭൂമിയുടെ മായിക പ്രപഞ്ചം ഇന്ന് കോട്ടയം പട്ടണത്തിന് ആഗ്രഹിക്കുന്ന കളപസുന്ദര വിശ്വപ്രഭു ഭാരത് വിനോദിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ ശതകോടി പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി തിരുനക്കര തേവരുടെ അമലിന്റെയും കൊല്ലപ്പള്ളി അനീഷിന്റെയും കൈകൾ പിടിച്ചുകൊണ്ടിതാ കാർമേഘവർണ്ണന്മാരെ ഇരുകയും നീട്ടി സ്വീകരിക്കുന്ന പൂരഭൂമിയുടെ ഹൃദയത്തിലേക്ക് കടങ്ങള്ളിച്ചെന്ന് പെരുമയുടെ താരങ്ങളെ തന്റെ അകമ്പടിയാക്കി ശീലിച്ചവൾ പൊൻവസന്തം പൂത്തുലഞ്ഞു നിൽക്കുന്ന പൊന്നോണ മാസത്തിൽ നക്കരക്കുന്നിലെ ആവേശത്തിലേക്ക് കടന്നു വരികയാണ്. അവളും ആവേശത്തിലേക്ക് കടന്നു വരികയാണ്. തെക്കൻ മലയാളത്തിന്റെയും മധ്യ കേരളത്തിന്റെയും അടിത്തട്ടിൽ തന്റേതായ സ്ഥാനം നേടിയെടുത്ത അതെ ഉഷിരും ഉണർവുമുള്ള പിടിയാന ചന്തങ്ങളെ മലയാള മണ്ണിൽ ഉണ്ടെന്ന് തെളിയിച്ചു തന്ന ചരിത്ര വിശ്വാസങ്ങളും ഐതിഹ്യ മാഹാത്മ്യവും പള്ളികൊള്ളുന്ന നക്കരക്കുന്നിന്റെ മടിത്തട്ടിലേക്ക് പുളകം കുള്ളിക്കുവാൻ ഒരുങ്ങുമ്പോൾ ഇതാ വരികയാണ്. മികവാർന്ന സൗന്ദര്യങ്ങൾ മാറ്റുരയ്ക്കുന്ന വേദിയിൽ ഉയര പെരുമ കൊണ്ട് മഹിമ കാണിക്കുവാൻ ഇതാ കടന്നു വരികയാണ് അവളും. അതെ, കേരളത്തിൽ മുഴക്കുന്ന താരറാണി, അതെ ഇവൾ പുതുകുളങ്ങര വാഴുന്ന ശ്രീ മഹാദേവിയുടെ ആരോമൽ പുത്രി. ആഘോഷമരുങ്ങുന്ന തിരുനക്കരയുടെ മണ്ണിലേക്ക് ഇതാ കടന്നു വരുന്നു മറ്റൊരു മഴമേഘവർണ്ണൻ. മധ്യ കേരളത്തിലെ ഏറ്റവും വലിയ പൂരം നടക്കുന്ന മണ്ണിലേക്ക് ഈ ആനയൂട്ടിന് ആവേശ പെരുമ്പറ മുഴക്കുവാൻ വന്നിരിക്കുകയാണ് സാധു.
കാത്തിരിക്കുന്ന കാലത്തിന് കരുത്തിന്റെ പര്യായം കൊണ്ട് ആവേശ കാഹളം സമ്മാനിച്ച അക്ഷരനഗരിയുടെ ഗജസൂര്യനിതാ വരികയാണ്. അമ്പാടിയിലേക്കും അവിടുന്ന് ആയിരങ്ങൾക്കിടയിലേക്ക് മുതിച്ച സിന്ദൂരം വരികയാണ്. തന്റെ പ്രിയ സാരഥി അപ്പു ഇടക്കൊച്ചിയുടെ കയ്യം പിടിച്ചവൻ ത്രിലോക കേസരി പാമ്പാടി സുന്ദരൻ. വരദന്റെ കട തിരുനക്കര ആനയൂട്ട് വഴിപാടായി സമർപ്പിക്കുമ്പോൾ ഈ ആനയൂട്ട് കൂടുവാൻ അവതരിക്കുകയാണവനും. നിറനിറയുന്ന പുരുഷാരത്തിന്റെ ഇടയിലേക്ക് തികവാർന്ന ചന്തവം പേറി കടന്നു വരികയാണവൻ. കാലത്തിന്റെ ആവേശവും ആഹ്ലാദവും ഒരുപോലെ സ്വീകരിക്കുന്ന ഒന്നാം തരം ഗജരാജൻ. ആവേശം തീർത്തുകൊണ്ട് കടന്നു വരികയാണവൻ. പകിട്ടും പ്രൗഢിയും ഇരട്ടിയാക്കി അരങ്ങുവാടുന്ന താരങ്ങളിൽ പ്രധാനി. ആരാധനയെ തന്റെ സൗന്ദര്യത്തിൽ ചേർത്ത് നിർത്തി ആവേശം കുഴലിക്കുവാൻ കച്ചുകെട്ടി ഇറങ്ങിയ താരങ്ങളിൽ പ്രമുഖൻ. വരികയാണ്, അവതരിക്കുകയാണ് തിരുനക്കര തേവരുടെ മടിത്തട്ടിലേക്ക് ഈ വർഷത്തെ ആനയൂട്ട് കൂടുവാൻ ഗജരാജൻ. തെക്കൻ മലയാളം കടന്ന് തിരുവൈക്കത്തപ്പന്റെ മണ്ണിലേക്ക് വന്നു ചേർന്ന ഗജപ്പിറവി വേമ്പനാട് മഹാദേവൻ. പുതിയ സാരഥി ദിനദേവിന്റെ കയ്യും പിടിച്ചുകൊണ്ട് തിരുനക്കരയുടെ ആനയൂട്ടിലേക്ക് വന്നു ചേരുകയാണ് മഹാദേവൻ ഗജരാജൻ വേമ്പനാട് മഹാദേവൻ. രുടെ മടിത്തട്ടിൽ ഈ ആനയൂട്ടിന് ശുഭാരംഭം കുറിച്ചുകൊണ്ട് നടത്തപ്പെടുന്ന ഈ ഭദ്രദീപം തെളിക്കൽ ചടങ്ങിൽ ക്ഷേത്രം മേൽശാന്തി ആദരണീയനായ ബ്രഹ്മശ്രീ എം കെ കേശവൻ നമ്പൂതിരി നിർവഹിക്കുകയാണ്. എല്ലാമായ ഡോക്ടർ വിനോദ് മുഴുവൻ സജ്ജനങ്ങൾക്കും ആനപ്രേമികൾക്കും ഈ മഹനീയമാകുന്ന വിസ്മയ പെരുമയിലേക്ക് ഒരിക്കൽ ഭാഗ്യമായി ജീവിത ഭാഗ്യമായി പാടുകയാണ്. സർവ്വവും സമർപ്പിക്കുന്നു. ശ്രീ തരികെന്നും ചരണാഭയം നിത്യ ശരണം നിൻ ചരണാംബുജം.